ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോയത് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മെട്രോയിലായിരുന്നു. മെട്രോയിൽ റെഡ് ലൈനിൽ നിന്ന് പോയി യൂണിയനിൽ ഇറങ്ങി അങ്ങനെ മാറിക്കയറാൻ എന്നൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ യൂണിയനിൽ എത്തിയപ്പോൾ അവിടെ ഇറങ്ങിയ ശേഷം ഗ്രീൻ ലൈനിലോട്ട് ഇൻ്റർചേഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഗ്രീൻ ലൈനിൽ പോയി അവിടെയുള്ള മെട്രോ സ്റ്റേഷനായിട്ടുള്ള ഗുബൈബയിൽ വന്നിറങ്ങി. ബർദുബായും അവിടുത്തെ ഗുബൈബ മെട്രോ സ്റ്റേഷനും ബസ് സ്റ്റേഷനും എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഫുഡിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ തിരഞ്ഞു നോക്കിയപ്പോഴാണ് തൊട്ടടുത്തുള്ള സിറ്റി സെൻറ്റർ, അതിനകത്ത് പോകാമെന്ന് വിചാരിച്ചു. അതിനു മുൻപ് ഞങ്ങളവിടെ കുറച്ച് നേരം ആ ട്രാഫിക്കിൻ്റെ സിഗ്നലിൻ്റെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഈവനിങ് ആയതുകൊണ്ട് അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും നല്ല രസമായിരുന്നു. അങ്ങനെ പറഞ്ഞ പോലെ ഞങ്ങൾ സെൻട്രൽ പോയിൻറ്റിനകത്ത് ഉള്ള KFCയിൽ പോയി അവിടുന്ന് നല്ലൊരു മീലൊക്കെ ഓർഡർ ചെയ്ത് അത് കഴിച്ചു അടിപൊളിയായിട്ടൊന്ന്. പിന്നെ നെക്സ്റ്റ് ഞങ്ങളുടെ പ്ലാന് പുറത്തിറങ്ങാനുള്ളതാണ്. അങ്ങനെ അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ രാത്രിയായി കുറച്ച്. പിന്നെ ഞങ്ങൾ നടക്കാനിറങ്ങി. ഈ ബർദുബായിയുടെ ഏറ്റവും രസമുള്ള സ്ഥലമാണ് ഈ അബ്ര, ആ ബീച്ച്, പിന്നെ ഹെറിറ്റേജ് ഏരിയ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഏരിയ. ഞങ്ങൾ ഹെറിറ്റേജ് വില്ലേജിനകത്തൂടെ നടന്ന് അബ്രയുടെ സൈഡിലോട്ട് നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നുള്ള രസമുള്ള ഏരിയ ആണ് അതെല്ലാം. നല്ല തിരക്കുള്ള സമയമായിരുന്നു കേട്ടോ, ഈവനിങ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ആ വാക്ക് വേയിലൂടെ എല്ലാം ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ പോയി. ഞങ്ങളുടെ ലക്ഷ്യം അബ്രയുടെ സൈഡിലുള്ള ആ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ചയുണ്ട്. ലേസറിൻ്റെ ഷോ ഉണ്ട്. അധികം ആളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് പുതിയതായിട്ടുള്ള എന്തോ ഒരു പ്രോജക്റ്റിൻ്റെ ലോഞ്ചിങ് എന്തോ ആണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ അബിരയുടെ സൈഡിലോട്ട് അങ്ങനെ നടന്നു. അവിടെ ആ ബാങ്ക് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ആ ഏരിയ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. നല്ല രസമുള്ളൊരു ഏരിയ, നല്ല ആംബിയൻസ് ആണ് അവിടെ. അങ്ങനെ അടുത്ത് കുറേ ഫുഡ് സ്റ്റോളുകളെല്ലാം ഉണ്ട്. പിന്നെ ലേറ്റ് ആയതുകൊണ്ടാണ്, ഈവനിങ് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അവിടെ ആ ബോട്ട് സർവീസ് ഇല്ല. അങ്ങനെ ഞങ്ങൾ ആ ക്രീക്കിൻ്റെ സൈഡിലൂടെ അങ്ങനെ നടന്നു. കുറച്ച് മുന്നോട്ട് പോകണം, എന്നാലാണ് അബ്ര എത്തുള്ളൂ. ഈ ഈവനിങ്ങിൽ ഈ ഒരു സൈഡിലുള്ള നടത്തം ഭയങ്കര രസമാണ്. ഒരുപാട് ആളുകളുണ്ടാവും. റെസ്റ്റോറൻറ്റ്സിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇവിടുത്തെ ഈവനിങ് വൈബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രത്തുള്ള വർക്കല ക്ലിഫിൻ്റെ ഒരു വൈബാണ് ഇതിന്. ഈ വാക്ക് വേലും ആ റഷ് എല്ലാം. ഈ വാക്കുവേയിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒരുപാട് വെറൈറ്റി സുവനിയർ ഷോപ്പുകളെല്ലാം ഉണ്ട്. ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണ് ഈ സ്ട്രീറ്റിന്. ഒരുപാട് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളും ഇതുവഴി നമുക്ക് പാസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇവിടുത്തെ ഫുഡ് ഭയങ്കര വെറൈറ്റി ഓഫ് ഫുഡ്സ് അവൈലബിൾ ആണ് ഇവിടെ എല്ലാം. ഹുക്ക, പലർക്കും പരിചയമുള്ള ഹുക്ക, അതെല്ലാം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സംഭവം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം അബ്രയുടെ സൈഡിലെത്തി. അപ്പോൾ അബ്ര കിടന്നാൽ നേരെ ദേരയിലോട്ട് കിടക്കാൻ പറ്റും. അതിന് മുൻപ് ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഒരു സൂക്കാണിത്. ഓൾഡ് സൂക്ക് എന്നാണ് അതിനറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം അതൊന്ന് കണ്ടതിന് ശേഷം വരാൻ തീരുമാനിച്ചു. നമ്മളങ്ങനെ ക്രീക്കിൻ്റെ സൈഡിലൂടെ നടന്ന് ഈ ലാസ്റ്റ് എത്തുമ്പോഴാണ് ഗ്രാൻഡ് സൂക്ക് എന്നറിയപ്പെടുന്ന പഴയ സൂക്ക് ഉള്ളത്.
ആ സൂക്കിനകത്ത് ഇരുഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. ആ പഴയ ട്രഡീഷണൽ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചുള്ള ഷോപ്പുകൾ തന്നെയാണ്. അതിനകത്ത് ഒരുപാട് സുവനിയർ ഷോപ്പുകൾ, സ്പൈസസ്, പിന്നെ ഡ്രസ്സസ്, കോട്ടൻ്റെ ഒരുപാട് വസ്ത്രങ്ങൾ എല്ലാം ഉണ്ട് അതിനകത്ത്. ഭയങ്കര ഭംഗിയിൽ അവർ വെച്ചിട്ടുണ്ട്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത്. രണ്ട് സൈഡിലൂടെയും ഉള്ള കാഴ്ചകൾ കണ്ടിട്ട് അതിലൂടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഒരു ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ സൂക്കിൽ നിന്ന് നേരെ അബ്രയിൽ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി. അതിൻ്റെ ഗേറ്റിലൂടെ ഉള്ളിലോട്ട് കിടന്ന് അവിടെ ഇപ്പോൾ ഒരു 2 അബ്രകളാണ് ഉള്ളത് അങ്ങോട്ട് കിടക്കാനായിട്ട്. ഒരു അബ്ര ഓൾറെഡി ഫുള്ളാണ്. അപ്പോൾ ഇപ്പുറത്തുള്ള അബ്രയിൽ ഞങ്ങൾ കയറി. തൊട്ടടുത്തുള്ള ആ അബ്രയിൽ ആളുകളായി വരുന്നേ ഉള്ളൂ. കുറച്ച് സമയം ഞങ്ങളവിടെ ഇരിക്കേണ്ടി വന്നു. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത് ഇപ്പോഴും അതിന് 1 ദിർഹംസാണ് ചാർജ്. ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് കിടക്കാനായിട്ട് അവർ ചാർജ് ചെയ്യുന്നത് 1 ദിർഹം. അങ്ങനെ ഞങ്ങൾ അബ്ര കടന്ന് അപ്പുറം ദേരയിലെത്തി ഇറങ്ങി കഴിഞ്ഞേക്കാണ് നമുക്ക് നേരെ കാണുന്നതാണ് ഓൾഡ് ബലദിയ സ്ട്രീറ്റ്. അതിനകത്താണ് ഗോൾഡ് സൂക്കും എല്ലാം വരുന്നത്. അങ്ങനെ ഒരു സിഗ്നലുണ്ട്. സിഗ്നൽ കടന്നാലാണ് ഇതിനകത്തൊക്കെ എൻട്രി ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ആ സിഗ്നൽ കടന്ന് അങ്ങനെ ആ സ്ട്രീറ്റിലോട്ട് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റിലൂടെ ഒരുപാട് മുന്നോട്ട് ഇങ്ങനെ നടന്നു. 2 സൈഡിലായിട്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഭയങ്കര ഭംഗിയിൽ. അതിലിടക്ക് ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ മുൻപിലായിട്ട് ഒരു ചെറിയ ഒരു ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. ഇതിനകത്ത് പല ഡിവിഷൻസാക്കി തിരിച്ചിട്ടുണ്ട്. യൂട്ടൻസിൽസിൻ്റെ സൂക്ക്, അങ്ങനെ ഒരുപാട് സൂക്കുകളായിട്ട് പല തരത്തിലാക്കി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അതിലൂടെ നടന്നു. ഒരുപാട് മുന്നോട്ട് പോകണം ഗോൾഡ് സൂക്കിലെത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഗോൾഡ് സൂക്കിൻ്റെ എൻട്രൻസിലെത്തി. ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള സ്വർണ്ണ മോതിരം ഉണ്ടല്ലോ, അപ്പോൾ അത് കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുന്നിലെത്തി. ഭയങ്കര അത്ഭുതം തന്നെയാണത്, കാണേണ്ട കാഴ്ച തന്നെയാണത്. അതിൻ്റെ അടുത്ത് തന്നെ ഗിന്നസ് കിട്ടിയിട്ടുള്ള
റെക്കോർഡിൻ്റെ സർട്ടിഫിക്കേഷൻ അവർ കാണിച്ചിട്ടുണ്ട്. അതിനടുത്ത് ഈ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വസ്ത്രം എല്ലാം ഭയങ്കരമായിട്ട് രസമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. അത് ഭയങ്കര അത്ഭുതപ്പെടുന്ന കാഴ്ചയാണ്. തൊട്ടപ്പുറത്ത് ഒരുപാട് ഇനി അങ്ങോട്ട് നടക്കുന്തോറും 2 സൈഡുകളിലായിട്ട് തന്നെയാണ് ഷോപ്പുകൾ, ഗോൾഡിൻ്റെ ഷോപ്പുകൾ തന്നെയാണ് ഉള്ളത്. എല്ലാ ഷോപ്പുകളിലും എന്ന് പറയുകയാണെങ്കിൽ, കാരണം എല്ലാ ഷോപ്പിലും വ്യത്യസ്ത രീതിയിൽ വലിയ വലിയ ഓർണമെൻറ്റ്സ് ഒരു ആളും ഒന്നിച്ച് കവർ ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആ സ്ട്രീറ്റിലൂടെ അങ്ങനെ നടന്നു. 2 സൈഡിലുമായിട്ട് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള ഗോൾഡിൻ്റെ ഡിസ്പ്ലേകളാണുള്ളത്. ഞങ്ങളങ്ങനെ കണ്ട് നടന്നു, ഒരുപാട് നടന്നു. അങ്ങനെ ഈ സ്ട്രീറ്റിൻ്റെ എൻഡിൽ നിന്ന് കുറച്ചുകൂടി പോകണം മെട്രോ സ്റ്റേഷനിലോട്ട്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് തിരിച്ചു വന്നു.